ലോകമൊട്ടാകെ ഇപ്പോഴും ദുരിതത്തിലും പ്രശ്നങ്ങളിലും ആഴ്ത്തുന്ന ഒന്നാണ് കൊറോണ വൈറസ്. ചൈനയിൽ നിന്ന് ആരംഭിച്ച ഈ മഹാമാരി ലോകരാജ്യങ്ങളെയെല്ലാം ഭീതിയുടെ മുൾമുനയിൽ നിർത്തുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും കൊറോണ കഴിഞ്ഞുള്ള കാലത്തെക്കുറിച്ച് പ്രതികരിക്കുകയാണ് മുൻ ISRO ശാസ്ത്രജ്ഞൻ D. ശശികുമാരൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയ ശാസ്ത്രജ്ഞനാണ് ശശികുമാരൻ. അദ്ദേഹം മറുനാടനോട് മനസ്സ് തുറക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. COVID-19 is playing havoc in the whole world. ഭൂലോകത്ത് മുഴുവനും ആൾക്കാർ ഒരു COVID-19 കൊണ്ട് സഫർ ചെയ്യുകയാണ്. 95 ലക്ഷം ആൾക്കാർ രോഗികളായിട്ട് തീർന്നു. അതിൽ 5 ലക്ഷം മരണപ്പെട്ടു. ഇത്രയും വലിയ ഒരു കലാമിറ്റി എന്തുകൊണ്ട് വന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ചൈന എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഇതിൻ്റെ 100% റെസ്പോൺസിബിൾ. ചൈനയിൽ ഈ കോവിഡ് ആദ്യം അപ്പിയർ ചെയ്തെങ്കിൽ കൂടി അവർ അത് ഉടനെ മനസ്സിലാക്കുകയും അവിടുത്തെ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് എല്ലാം അവർ സൈലൻസ് ആക്കുകയും ഈ ഇൻഫർമേഷൻ ലോകത്തെങ്ങും ചേരാതിരിക്കാനായിട്ട് സൂക്ഷ്മമായിട്ട് അവർ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. ആക്ച്വലി നമ്മൾ നോക്കുമ്പോൾ ചൈനയുടെ മേജർ സിറ്റീസ് ലൈക്ക് പീക്കിങ്ങോ ഷാങ്ഹായോ ഒന്നും ഈ കോവിഡിൻ്റെ അടിമപ്പെട്ടിട്ടില്ല. ഈവൻ ഹുവാനിൽ, അവിടെ നിന്നാണല്ലോ ഇത് ആദ്യമായിട്ട് വെളിയിൽ വരുന്നത്. ഹുവാനിൽ അവർ ആ സിറ്റിയെ, അതായത് 1.25 കോടി ജനങ്ങൾ താമസിക്കുന്ന ഒരു സിറ്റിയാണ്. അവിടെ അവർ അത് വളരെ പെട്ടെന്ന് അത് കണ്ടെയ്ൻ ചെയ്തു. ഒരു മിലിറ്ററി പ്രിസിഷൻ്റെ കൂടെയാണ് എന്നുള്ള വിധത്തിലാണ് അവർ ഹുവാനെ സീൽ ചെയ്ത്, ആ ഹോൾ സിറ്റി സീൽഡ് ഇൻ 24 hours. ആക്ച്വലി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ്റെ ഒരു ഏറ്റവും മകുട ഉദാഹരണമായിട്ടാണ് അവർ ആ ഓപ്പറേഷൻ ചെയ്തത്. അവർക്ക് ആർക്കും, ഈ വയസ്സായ ആൾക്കാർക്ക്, ഫാമിലിക്കാർക്ക് ആർക്കും അവരുടെ റേഷൻ വാങ്ങാനോ അവരെ ഈറ്റബിൾസ് വാങ്ങാനോ ഒരു സൗകര്യം കൊടുക്കാതെ 24 മണിക്കൂറിനകത്ത് ആ ഹോൾ സിറ്റി അവർ സീൽ ചെയ്തു. അവർക്ക് വ്യക്തമായിട്ടറിയാം ഇതിൻ്റെ പൊട്ടൻഷ്യൽ, ഇതിനകത്ത് വരാവുന്ന നഷ്ടങ്ങൾ ആർക്കൊക്കെ എങ്ങനെയൊക്കെ വരാം എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കി എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അതുമാത്രമല്ല, അവരുടെ ബാക്കി സിറ്റികളിലൊന്നും ഇത് പടർന്നു പിടിക്കാതിരിക്കാൻ വേണ്ട. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവരൊക്കെ ഇതെല്ലാം അറിഞ്ഞും കൊണ്ട് എന്തുകൊണ്ട് അവർ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ്സ് പിന്നെയും ഒരു 5-6 ആഴ്ച ന്യൂയോർക്കിലോട്ടും ലണ്ടനിലോട്ടും പാരീസിലോട്ടും റോമിലോട്ടും ഒക്കെ ഈ ഹുവാൻ സിറ്റിയിൽ നിന്ന് പൊയ്ക്കൊണ്ടേയിരുന്നു. അപ്പോൾ ചൈനക്കാർക്ക് വ്യക്തമായിട്ടറിയാം ഈ ഡിസീസ് വിൽ ഗോ ടു ഓൾ ദീസ് കൺട്രീസ്. ഇപ്പോഴും നമ്മളൊരു സ്റ്റോക്ക് എടുത്താൽ ലോകത്തുള്ള 154 രാജ്യങ്ങൾ ഈ കോവിഡിൻ്റെ കൊണ്ട് സഫർ ചെയ്യുന്ന രാജ്യങ്ങളാണ്. അതിനകത്ത് പവർഫുള്ളായ രാജ്യങ്ങളുണ്ട്, അഫോർഡ് ചെയ്യാവുന്ന രാജ്യങ്ങളുണ്ട്, വളരെ നിർധനരായ രാജ്യങ്ങളുണ്ട്. സയൻറ്റിഫിക്കലി ഒട്ടും ഇതൊന്നും മനസ്സിലാക്കാത്ത ഇന്നസെൻ്റായ ഒരുപാട് ജനവിഭാഗങ്ങൾ ആൾ ഓവർ ദ വേൾഡ്. നമ്മൾ മനസ്സിലാക്കണം, ഈ പല രാജ്യങ്ങളും എത്രയോ ഓർഫൻസ്, അച്ഛൻ ഇല്ലാത്ത എത്രയോ കുടുംബങ്ങൾ, ഭർത്താവില്ലാത്ത എത്രയോ കുടുംബം, ഇതെല്ലാം ഇവർ സഫർ ചെയ്യുന്നു. എന്തിനു വേണ്ടി? എന്ത് കുറ്റം? ഈ രാജ്യത്ത് ഒരു വ്യക്തികൾ ഒരു കുറ്റവും ചെയ്യാതെ വല്ലവരുടെയും അശ്രദ്ധ കൊണ്ട്, അല്ലെങ്കിൽ ഒരു ക്രിമിനൽ നെഗ്ലിജൻസ്. തീർച്ചയായിട്ടും ഇതൊരു ചൈനയുടെ 100% ക്രിമിനൽ നെഗ്ലിജൻസ് കൊണ്ടാണ് ഈ റെസ്റ്റ് ഓഫ് ദ വേൾഡ്, ഈ ഇത്രയും രാജ്യങ്ങൾ ആൾക്കാർ സഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഇന്ന് നമ്മൾ ആലോചിച്ചാൽ ഇതിനകത്ത് എന്താണ് ഒരു റെമഡി? ഒരുപാട് ഇന്നസെൻ്റ് ആൾക്കാർ 5 ലക്ഷത്തോളം ആൾക്കാരാണ് മരിക്കുന്നത് ഇന്ന് വരെ. എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും ഇങ്ങനെ എൻലാർജ് ചെയ്ത് 1-2 കോടി ജനങ്ങൾക്ക് അസുഖം വരികയും ഒരു പക്ഷേ 10, 20, 50 ലക്ഷം ആൾക്കാർ അവസാനമായിട്ട് മരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ രാജ്യങ്ങളെല്ലാം സഫർ ചെയ്ത രാജ്യങ്ങൾ ഇതെല്ലാം അഗ്രീവ്ഡാണ്. ലീഗലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അഗ്രീവ്ഡ് രാജ്യങ്ങളാണ്. ഇവരൊക്കെല്ലാം എന്താണ് ഇതിന്
ഒരു റെമഡി, ഏതെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ നോക്കുമ്പോൾ തീർച്ചയായിട്ടുണ്ട്. നമ്മൾ നോക്കുക, ഇറാഖ് കുവൈറ്റ് വാർ വന്നു. വാറിൻ്റെ എൻഡിൽ കോമ്പൻസേഷൻ വാസ് പെയ്ഡ്. ഇന്ത്യക്കാർ ഒരുപാട് പേര് കുവൈറ്റുള്ളവർക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇപ്പം നമ്മളൊരു വീട്ടിൽ നമ്മളൊരു അൽസേഷ്യൻ ഡോഗിനെ വളർത്തുന്നു. ആ ഡോഗ് ചെയിനും പൊട്ടിച്ചിട്ട് റോഡിലിറങ്ങി ആൾക്കാരെ കടിക്കുന്നു. നമ്മൾ കോമ്പൻസേഷൻ കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു ലോ ഓഫ് ദ വേൾഡ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഇന്ത്യ മഹാരാജ്യത്തിന് കുറേ സഫറിങ്സ് ഉണ്ട്. ഇറ്റലിക്കുണ്ട്, ജർമ്മനിക്കുണ്ട്, ഫ്രാൻസിനുണ്ട്, സ്പെയിനിനുണ്ട്, സോ മെനി രാജ്യങ്ങൾ. അമേരിക്കയുടെ കാര്യം പറയാൻ പറ്റാം, അത്രത്തോളം ഭയാനകമാണ്. റഷ്യയും അതുപോലെയാണ്. ആൻഡ് ബ്രസീൽ ഈസ് സഫറിങ് ആൻഡ് ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അവരുടെ എല്ലാം എക്കണോമി തകർന്ന് തരിപ്പണമാകുകയാണ്. അവരുടെ എല്ലാം എൻ്റർപ്രനേഴ്സ് ഇന്ന് ബിസിനസ് കമ്മ്യൂണിറ്റി ടോട്ടലി ഈസ് ഗെറ്റിംഗ് ലോസ്റ്റ് ആൻഡ് ദേ ഡോണ്ട് നോ വാട്ട് ടു ഡു. നൗ ഈ ചൈന ബീയിങ് ദ റെസ്പോൺസിബിൾ, നമ്മൾക്ക് വി മസ്റ്റ് ടേൺ ടു ചൈന ഫോർ എ കോമ്പൻസേഷൻ പാക്കേജ്. ഹൗ ക്യാൻ വി ഡു ഇറ്റ്? Can we go into UN with the grievance? No, because China is one of the permanent member, so they will veto it. They will not allow any of the complaint being processed there. So we should really think about an order of a world community. Maybe 150 countries can join together. They must create a platform and they must definitely claim with China all the compensation for that. Now, let us see what India can do. See, India and its Prime Minister is a highly accepted world leader to many countries. In fact, all the countries which are suffering today definitely will hear Indian Prime Minister Modi ji is very, very popular with all these countries like Australia, you take Japan, you take Korea, you take Germany, you take Spain, you take France, you take UK, you take USA. Everywhere his voice really sustained. So we should really take the initiative to formation of a platform, an international platform of all the countries who are suffering because of the COVID. And the idea is that thereafter അവർ ഈ ക്ലെയിം പ്രോസസ്സ് ചെയ്യണം. വാട്ട് എവർ ഈസ് ദ പാറ്റേൺ. നമുക്കൊരു കാര്യം കൂടെ അറിയാം, ഈ രാജ്യങ്ങൾ ഒരു ക്ലെയിം കൊണ്ടുവന്നാൽ ചൈനയ്ക്ക് അങ്ങ് ഇഗ്നോർ ചെയ്യാനൊന്നും നോക്കത്തില്ല. കാരണം ഈ രാജ്യങ്ങളിലൊക്കെയാണ് അവരുടെ ബിസിനസ് സാമ്രാജ്യം സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത്. മേ ബി സപ്ലൈ ചെയിൻ ആകാം, അല്ലെങ്കിൽ ദെയർ മാർക്കറ്റ് എല്ലാം ഈ രാജ്യങ്ങളാണ്. അപ്പോൾ ഈ രാജ്യങ്ങൾക്ക് ഉള്ള ഒരു ജെനുവിൻ ക്ലെയിം, വളരെ 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 ജെനുവിനായിട്ടുള്ളൊരു ക്ലെയിമാണ് ഈ കോമ്പൻസേഷൻ. ചൈനയ്ക്ക് അങ്ങ് ഇഗ്നോർ ചെയ്യാനൊന്നും ഒക്കത്തില്ല. അപ്പോൾ ഒരിക്കൽ അവർ ഇൻ കേസ് അവരത് റിഫ്യൂസ് ചെയ്യുക, അബ്രപ്റ്റ്ലി റിഫ്യൂസ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് നോട്ട് ഒരു ഇൻ്റർനാഷണൽ ഒരു ഡീസൻസിയുടെ പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. ഡിപ്ലോമാറ്റിക്കലി അത് ഇറ്റ് വിൽ നോട്ട് ബി നല്ലൊരു ടേസ്റ്റിലല്ല അത്. അതുകൊണ്ട് തീർച്ചയായിട്ടും എൻ്റെ പ്രതീക്ഷ ചൈന ഇത് കോംപ്രമൈസ് ചെയ്യാൻ ശ്രമിക്കും. വാട്ട് വിൽ ഹാപ്പൻ? ഈ കോംപ്രമൈസ് ചെയ്യാൻ ചൈന മുന്നോട്ട് വന്നാൽ എന്താണ് പറ്റുന്നത്? കോംപ്രമൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹ്യൂജ് എമൗണ്ട് അവരുടെ 1-2 വർഷത്തെ GDP-യുടെ ഈക്വലൻ്റ് എമൗണ്ട് ആയിരിക്കും അവർ കോമ്പൻസേറ്റ് എന്ന് വെച്ചാൽ ചൈനയുടെ എക്കണോമിക് പവർ. ട്രൂലി സ്പീക്കിംഗ്, ചൈനയുടെ ഇന്നത്തെ സിറ്റുവേഷൻ നമ്മൾ നോക്കിയാൽ അവർ എക്കണോമിക്കലി വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് എക്കണോമി ഇൻ ദ വേൾഡ്. പിന്നെ മിലിറ്ററി വൈസ് ദേ ആർ ഇൻ വെരി അഡ്വാൻസ് സ്റ്റേജ്, ടെക്നോളജി വൈസ് അഡ്വാൻസ് സ്റ്റേജ്. In diplomacy also, I think they are adequately highly advanced. Now, the only opportunity all these countries will get to tame അവരെ ഒരു ബ്രിങ് ദം, നമ്മൾ ഒരു മര്യാദയായ വളരെ അക്സെപ്റ്റബിളായ ഒരു ഇൻ്റർനാഷണൽ ലോയൊക്കെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സൊല്യൂഷൻ വരികയാണെങ്കിൽ ചൈന തീർച്ചയായിട്ടും ഇതൊരു ഫിനാൻഷ്യൽ സെറ്റിൽമെൻറ്റിന് അവർ തുനിയായിരുന്നു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങൾക്ക് ഉണ്ടോ വേറെ എന്തെങ്കിലും ഓപ്ഷൻ? ഉണ്ടല്ലോ.
കാരണം ചൈനക്കാരുടെ സാധനങ്ങൾ വാങ്ങുന്ന രാജ്യങ്ങളാണ് ഇതെല്ലാം. നമുക്ക് അത് ബോയ്ക്കോട്ട് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് പല സൊല്യൂഷൻസ് നമുക്ക് അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത്, അതായത് ഒരിക്കൽ ചൈനയെ ഫിനാൻഷ്യലി മുട്ടുകുത്തിച്ചാൽ നെയ്ബറായ ഇന്ത്യക്ക് അടുത്ത 100 വർഷത്തേക്ക് ഇവരെ കൊണ്ടുള്ള ഒരു പ്രോബ്ലവും കാണത്തില്ല. ഒരു ഇന്ത്യയുടെ ആംഗിളിൽ നിന്ന് നോക്കിയാൽ ചൈനയെ തളയ്ക്കാൻ അടുത്ത 100 വർഷത്തിനകത്ത് കിട്ടുന്ന ഏക ഓപ്പർച്യൂണിറ്റി ഒരു പക്ഷേ ഇതായിരിക്കും. കാരണം ഇത് ഇന്ത്യ മാത്രമല്ലല്ലോ ഈ ഫീൽഡിൽ, ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ചേർന്ന് ഉരുത്തിരിഞ്ഞിട്ടുള്ള ഒരു സഖ്യമായിരിക്കും ഈ ചൈനയെ ഫൈറ്റ് ചെയ്യുന്നത്. ആക്ച്വലി നമ്മളൊരു ഡിപ്ലോമസിയുടെ ഒരു പുതിയ തലത്തിലോട്ട് നമ്മൾ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളെ മൈറ്റല്ല, നമ്മൾ ചൈനയുമായിട്ടൊരു വാറോ ഫൈറ്റോ ഒന്നുമല്ല. അത് ദുരിതങ്ങൾ എല്ലാ രാജ്യങ്ങൾക്കും, ഇന്ത്യക്ക് വളരെ വളരെ ഒരു സ്ട്രോങ് ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ കൂടി ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രോഗ്രസ്സിന് ആവശ്യമുള്ള ഒരുപാട് ക്യാപിറ്റൽ അതിൻ്റെ പിന്നിൽ പോവുകയും ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരികയും ഒക്കെ ചെയ്യും. പക്ഷേ ഇന്ത്യ ബുദ്ധിപരമായിട്ട്, എൻ്റെ സജഷൻ ഈസ്, വളരെ വളരെ ഡിപ്ലോമസിയിൽ കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കുകയും ഈ ഇൻ്റർനാഷണൽ ബോഡി നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, നമ്മൾ ഇന്ത്യ വിചാരിച്ചാൽ തീർച്ചയായിട്ടും ഇത് പറ്റും. ഇൻ്റർനാഷണൽ ബോഡി വിചാരിച്ചാൽ ഈ ചൈനയെ അവരുടെ മാർക്കറ്റ്, ടോട്ടൽ മാർക്കറ്റ്, അവരുടെ ഇൻഡസ്ട്രി മുഴുവനും, ഇൻഡസ്ട്രിയും പ്രോഡക്ട്സും അവൻ്റെ സപ്ലൈ ചെയിൻ മുഴുവനും സ്പ്രെഡ് ആൾ ഓവർ ദ വേൾഡ്, അത് തീർച്ചയായിട്ടും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. ഈ കിട്ടിയ ഓപ്പർച്യൂണിറ്റി ഇന്ത്യ മുതലാക്കണം. ഇന്ത്യ യുദ്ധം ചെയ്യാം, നമുക്ക് വളരെ നല്ലൊരു ആർമിയും സിസ്റ്റം ഉണ്ടെങ്കിൽ കൂടി ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ഈ എല്ലാ രാജ്യങ്ങളെയും ഒന്നിച്ച് കൊണ്ടുവന്ന് അവരുടെ എല്ലാം എനർജിയും അവരുടെ എല്ലാം ഫോഴ്സും ഉപയോഗിച്ച് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് കണ്ടെയ്ൻ ചെയ്യാൻ കഴിയാത്ത ഒരു രാജ്യത്തെ ഇപ്പോൾ ചെയ്യാൻ കിട്ടിയ, ദൈവമായിട്ട് അയച്ച ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇറ്റ്സ് എ God sent opportunity. We should capitalize on that. That's my belief. And India being ഈ ചൈനയുമായിട്ട് തൊട്ട് കിടക്കുന്ന, ഇപ്പം അമേരിക്കയും ചൈനയായിട്ടുള്ള ഒരു റൈവൽറി പോലെ അല്ല ഇന്ത്യയും ചൈനയും ഒരുപാട് ബോർഡർ ഷെയർ ചെയ്യുന്ന തൊട്ട് കിടക്കുന്ന രാജ്യങ്ങളാണ്. അവർക്ക് പാകിസ്ഥാനെ കൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് സ്റ്റേറ്റ്സ് ഉണ്ട്, അവരെയൊക്കെ ഉപയോഗിച്ച് ഉള്ള എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ചൈനയെ കണ്ടെയ്ൻ ചെയ്യേണ്ട വളരെ 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 വലിയൊരു ആവശ്യമാണ് ഇന്ത്യക്കുള്ളത്. ഇന്ത്യയുടെ ഇൻഡിവിജ്വൽ ഒരു അജണ്ട ആണെങ്കിൽ കൂടി ലോകത്തിൽ ഒരുപാട് രാജ്യങ്ങൾ, ഒരുപാട് സഫറിങ്, ഒരുപാട് ഡെത്ത്, ഇതിനെല്ലാം ഒരു വേൾഡ് ഓർഡറിൽ ഒരു കോമ്പൻസേഷൻ വേണ്ടേ. ഇന്ത്യ അതിനകത്ത് ഒരു ലീഡ് റോൾ എടുക്കണം. നമ്മളെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എല്ലാ പാർട്ടികളും വളരെ ഫ്രീ ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയും ഇന്ത്യക്ക് ഡെഫിനറ്റ്ലി ഒരു വലിയ റോൾ. കാരണം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇന്ത്യ ഇങ്ങനെയുള്ളൊരു വേൾഡ് പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ ഇന്ത്യയേക്കാൾ നല്ല ഒരു എലിജിബിൾ വേറെ രാജ്യമുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഇന്ത്യ ഈ പാർട്ട് പ്ലേ ചെയ്യണം. നമ്മൾ ഈ ഒരു എന്നേക്കുമായിട്ടുള്ള ഒരു സൊല്യൂഷൻ ചൈനീസ്, അതല്ലെങ്കിൽ അടുത്ത 100 വർഷത്തെ നമ്മളെ പ്രോഗ്രസ്, നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു 100 വർഷത്തേക്ക് എങ്കിലും ചൈനക്കാരൻ്റെ ഹെഡേക്ക് നമ്മൾ പ്രോഗ്രസ്സിനെ ബാധിക്കും. അതുകൊണ്ട് നമ്മൾ ഈ പ്ലാറ്റ്ഫോം ഉണ്ടാക്കാനായിട്ട് വളരെ ഡിറ്റർമിൻഡായിട്ട് മുന്നോട്ട് വന്ന് ഇന്ത്യ ഈ ഒരു റോൾ എടുക്കണമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ ഫീലിംഗ്.